അപ്പോൾ കെ തുളസി, അപ്പോൾ എന്തായാലും ആ പ്രോട്ടോകോൾ യുദ്ധം വീട്ടിലുണ്ടാകാതിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അപ്പോൾ വി കെ ശ്രീനോട് നമ്മൾ അന്വേഷണം പറയണം. കാര്യം പി സി വിശ്വനാഥ് പറഞ്ഞത് എല്ലാം മായ പോലെല്ല ഒരു ദിവസം കൊണ്ട് മാറി മറിയുന്നതേ ഉള്ളൂ ജീവിതത്തിൽ എന്നുള്ളത് വിശ്വനാഥിന്റെ വാക്കുകളാണ് എന്ന് അദ്ദേഹത്തോട് പറയണം. അല്ലെ, എന്റെ വിജയത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ എം പിക്ക് കഴിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലാണ് കോങ്ങാട് നിയോജക മണ്ഡലം. അപ്പോൾ വളരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് കൂടി വോട്ട് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു എം പിയുടെ ഭാര്യ മന്ത്രിയാവുന്ന ആദ്യം ഒന്നും കേരളത്തിൽ. അതെ അതെ, രണ്ടുപേരും സിറ്റിംഗ് ആയിട്ടിരിക്കുന്നത്. അത് ഓണ നിങ്ങൾ പറഞ്ഞത് ശ്രീകണ്ഠൻ എങ്ങനെയാന്ന് പറഞ്ഞാല് ഈ പാലക്കാട് മണ്ഡലത്തില് എത്ര ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അതിന്റെ നമ്പർ എവിടെ നിന്ന് എവിടെ വരെയാണ്, എത്ര കലുങ്കുണ്ട്, എത്ര കിണറുണ്ട്, കുളമുണ്ട്, എല്ലാം കൃത്യമായിട്ട് അറിയാം. എല്ലാ ബൂത്തിലെയും വോട്ടും അറിയാം. അല്ല, ആൾക്കാർ വിചാരിക്കുന്നത് ഈ ശ്രീകണ്ഠനാണ്. ഈ ശ്രീകണ്ഠൻ ആ ശ്രീകണ്ഠന്റെ കാര്യമാണ്. ആൾക്കാർ തിരിച്ചറിയും ഞാനെന്തിനാ കോങ്ങാട് പോയി കലകണ്ടെന്ന് ആൾക്കാർ സ്വാഭാവികമായിട്ട് തോന്നും. അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഇത്രയും വലിയ ഒരു ഗ്രൗണ്ട് ലെവൽ എക്സ്പെർട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പോയപ്പോ ഹാറ്റ്സ് ഓഫ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും അതുകൊണ്ടാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്കള് വി കെ ശ്രീകണ്ഠൻ പറയണം യു ആർ മൈ വൈഫ്. അതിപ്പോഴും പറയുന്നുണ്ടല്ലോ. അല്ല, എന്നോട് വന്നെന്ന് പറയുമല്ലോ, അതല്ലേ അതിന്റെ അർത്ഥം, അല്ലാതെ വേറെ അർത്ഥമല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.